എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇതെനിക്ക് ചീറ്റിപ്പോയ റെസിപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ച കളറ് മഞ്ഞയാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് പിങ്ക് കളറാണ്. കളറ് മാറിയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അതുപോലെ നമുക്കിത് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ചീറ്റിപ്പോയത്. ഇനി അതെന്താണെന്നോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നോ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാനിത് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലെടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇത് തിളപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ അത് ഊറിക്കിടക്കും. ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഈ പാലിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടുക്കി പിടിച്ച് കട്ട കെട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണേ. കസ്റ്റാർഡ് ആയതുകൊണ്ട് അടിയിൽ വേഗം പിടിച്ചു പോകും. ഞാനിവിടെ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് അത്യാവശ്യം ഒരു മധുരത്തിൻ്റെ കണക്കാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് മധുരത്തിൻ്റെ അളവാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് ആറ്റി കുറച്ചൊന്ന് തണിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ മേലെ പാട് കെട്ടിയതുപോലെ ആയിപ്പോവും. ഇനി ഞാനിവിടെ ജെലാറ്റിൻ ഡെസേർട്ടിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പ്രകാരം 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് തണുത്ത വെള്ളത്തിന് ഞാൻ ഐസ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ടിത് സെറ്റാക്കാനുള്ള പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പ്ലേറ്റിലായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഇതൊന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടൊന്ന് ആറി വരുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതാണ്. ഒരു കളർഫുൾ ആയിക്കോട്ടെ ഡ്രിങ്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. നിർബന്ധമൊന്നും ഉള്ളതല്ല കേട്ടോ. പിന്നെ 1 കപ്പ് ചവ്വരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വരും. ആ സമയത്ത് ഞാനതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് ഊറ്റിയെടുത്ത ശേഷം കുറച്ചുകൂടി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇത് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ആപ്പിളും മുന്തിരിയാണ് എടുത്തത്. ഇപ്പം നമ്മുടെ ചിയ സീഡ്സൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ സെറ്റാക്കി വെച്ച കസ്റ്റാർഡ് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് റെഡിയാക്കി വെച്ച ചവ്വരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു 10-15 മുന്തിരി മുറിച്ചിട്ടിട്ടുണ്ട്. 1 ആപ്പിള് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ആപ്പിൾ വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഗ്രേറ്റ് ചെയ്തെടുത്തെന്ന് മാത്രം. അതിലേക്ക് ആ ജെലാറ്റിൻ്റെ അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തതാണ്, നിർബന്ധമുള്ളതൊന്നുമല്ല. മുന്തിരി ആപ്പിൾ മാത്രം മതി, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിന് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്ത കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകുമല്ലോ നമ്മുടെ കളർ അങ്ങനെ മാറി വരുന്ന. അതിലിട്ട് ആ ജെലാറ്റിൻ ഡെസേർട്ട് കളർ ഇളകി വരികയാണ്, അലിഞ്ഞ് പോവുകയാണ്.
ഇനി ഞാനിതൊന്ന് അലങ്കരിക്കാനായിട്ട് അതിലേക്ക് ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കും തോറും അത് അലിഞ്ഞ് കളറങ്ങ് മാറിപ്പോയി. അവസാനമാകുമ്പോൾ അതിലൊന്നും കാണാനില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം അടിയിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ആ ഡ്രിങ്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ അലങ്കരിക്കാനായിട്ട് കുറച്ച് പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.